ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് സോയാബീനാണ് കേട്ടോ. ഇറച്ചിക്കും മീനിനും ഒക്കെ പകരം ഇറച്ചി മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സോയാബീൻ കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, ഒരു 10 മിനിറ്റോളം. അപ്പം അത് നന്നായിട്ടിങ്ങനെ ആ വെള്ളം കുടിച്ചിട്ട് സ്പോഞ്ച് പോലെ ഇങ്ങനെ വീർത്ത് വരും കേട്ടോ. നന്നായിട്ടൊരു 3-4 പ്രാവശ്യം കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഇത് ഒലച്ച് കഴുകണം. അപ്പോൾ ഒരു പത പോലെ വരും കേട്ടോ. അതെല്ലാം നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഉപ്പുപൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒത്തിരി ഇടരുത്, ഉപ്പുപൊടി കുറച്ചിട്ടാൽ പോലും അത് കൂടുതലായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചിടാവുള്ളൂ, എന്നിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, പിന്നെ നമ്മൾ ആദ്യം അതിലേക്ക് ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ. അത് പേസ്റ്റ് പോലെ അരച്ചെടുത്തതല്ല, നന്നായിട്ട് ചതച്ചെടുത്തത്, കല്ലിൽ നന്നായിട്ട് ചതച്ചെടുത്തത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് അത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കും. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വറുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചാറുകറി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് തക്കാളി കറി വയ്ക്കാമെന്ന് പറഞ്ഞു. തക്കാളി കറി ചാറായിട്ടൊന്നുമല്ല, ചമ്മന്തി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി അതിനിടയിൽ അരിഞ്ഞ് തക്കാളി ചമ്മന്തി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ നന്നായിട്ട് ഇതെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ ഞാൻ വറുത്തെടുക്കും കേട്ടോ. സോയാബീൻ നല്ല ടേസ്റ്റ് കേട്ടോ, നമ്മൾ റോസ്റ്റ് ചെയ്താലും വറുത്താലും ഒക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്ക് ആദ്യമൊന്നും മോൾക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഉണ്ടാക്കി കഴിച്ച് അവൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇപ്പം എന്നെ ചെയ്ത് കൊടുത്താലും അവൾക്ക് ഇഷ്ടമാണ്. അപ്പത്തേക്കും നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഉടച്ച് അങ്ങനെ ആക്കില്ല ഞാൻ, കുറച്ചൊരു കഷ്ണം പോലെ കിടക്കാൻ പാകത്തിനാക്കി. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. അതേ, അപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോയാബീനും എൻ്റെ ഇടയിൽ ഞാൻ വറുത്തെടുത്തു. അപ്പോൾ ഇത് രണ്ടും എനിക്കിന്നും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കറിക്ക്. പക്ഷേ കപ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു, എനിക്കത് മറന്നു പോയായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അപ്പോൾ അത് ഞാൻ എൻ്റെ ഇടയിൽ മെഴുക്കുവരട്ടി ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുഡ്.